ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് SIT. പ്രഭാമണ്ഡലത്തിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ. ഹർജി കോടതി പരിഗണിക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, ഹർജി കോടതി പരിഗണിക്കുന്നു. എന്തെങ്കിലും നിരീക്ഷണം ഇതിനകം കോടതി നടത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹർജി പരിഗണിക്കുകയാണ്. കോടതി മ്യൂട്ടാണ്. നേരത്തെ ആ വിവരങ്ങളൊന്നും ഏറ്റവും അവസാനം ഇടക്കാല റിപ്പോർട്ടിലായിരിക്കും, കോടതിയുടെ ഇടക്കാല ഉത്തരവിലായിരിക്കും കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉണ്ടാകുക. നിലവിൽ S. ശശിധരൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ അദ്ദേഹം ഹാജരായതാണ്. ഇത്തവണ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രഭാമണ്ഡലത്തിൽ നിന്ന് സ്വർണത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച കാര്യം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 2025 ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിന് നേരത്തെ തന്നെ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇടക്കാല ഉത്തരവിൽ ആ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് പറഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് കഴിഞ്ഞ തവണത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകിയത്. ആ വിവരങ്ങളും ഇപ്പോൾ ഈ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 2 ജസ്റ്റിസുമാരും ആ റിപ്പോർട്ട് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഇടക്കാല ഉത്തരവ് പറയുക. 7 മാസമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ആരംഭിച്ചിട്ട്, പക്ഷേ ഇപ്പോഴും ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ സാമ്പിൾ ശേഖരണവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന പ്രതിസന്ധിയായിരുന്നു. സാമ്പിൾ ശേഖരിച്ചെങ്കിലും അത് അയച്ചതിൻ്റെ റിസൾട്ട് വരാൻ ഏകദേശം 1.5 മാസം എടുത്തു. അതിൽ ഒരു ഘട്ടത്തിലെ റിസൾട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ പ്രഭാമണ്ഡലത്തിൽ കൂടി അവിടുത്തെ കൂടി സാമ്പിളുകൾ ശേഖരിക്കണമെന്ന് SIT അറിയിച്ചത്. അതുകൂടി ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അയച്ച് അതിൻ്റെ റിസൾട്ട് കൂടി വന്ന ശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകുക. അതല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റിപ്പോർട്ട് എന്ന രീതിയിലൊരു റിപ്പോർട്ട് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇന്ന് വൈകിട്ട് വരുന്ന ഇടക്കാല ഉത്തരവിൽ ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേസ് ഇപ്പോഴും ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.